നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്മനാഭൻ സാറിൻ്റെ വീട്ടിലാണ്. ഗ്രൂപ്പിൽ വളരെ കാലമായി എല്ലാവരും സാറിൻ്റെ സുഖവിവരങ്ങളും ആരോഗ്യസ്ഥിതിയും എല്ലാം അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അതിനാൽ സാറിൻ്റെ വിവരങ്ങൾ അറിയാനും അതേപോലെ തന്നെ വരാനിരിക്കുന്ന അലുമിനി ഇവൻറ്റിലേക്ക് സാറിനെ ഔദ്യോഗികമായി ക്ഷണിക്കാനും ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതുപോലെ നമുക്ക് ബാക്കി അധ്യാപകരുടെയും വിവരങ്ങൾ കിട്ടേണ്ടതാണ്. അതിനായി നിങ്ങളുടെ പൂർണ്ണ സഹകരണം ആവശ്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ബാക്കി അധ്യാപകരുടെ ഡീറ്റെയിൽസ് എന്നെ അറിയിക്കേണ്ടതാണ്. ദൂരസ്ഥലങ്ങളിലുള്ള അധ്യാപകരുടെ ക്ലിപ്സ് നമുക്ക് അവരോട് തന്നെ റെക്കോർഡ് ചെയ്ത് നമുക്ക് അയച്ചു തന്നാൽ അതിനനുസരിച്ച് നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. മഞ്ചേരി NSS സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഏറെ വർഷം പ്രധാന അധ്യാപകനായി സ്തുത്യർഹ സേവനം നൽകി ഒരുപാട് വിദ്യാർത്ഥികളെ നല്ല നിലയിലേക്ക് എത്തിച്ച പ്രധാന അധ്യാപകനാണ് പത്മനാഭൻ സാർ. നമ്മുടെ അലുമിനി വാട്സാപ്പ് ഗ്രൂപ്പിൽ മാഷിൻ്റെ സുഖവിവരങ്ങളും ആരോഗ്യസ്ഥിതിയും പലരും അന്വേഷിക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ പത്മനാഭൻ സാറിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വരാനിരിക്കുന്ന അലുമിനി ഇവൻറ്റിലേക്ക് സാറിനെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടെന്ന് ഉള്ളതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മഞ്ചേരിയും പരിസരങ്ങളുമായിട്ട് 1962 മുതൽ 1962 മുതൽ പണ്ടത്തെ കോഴിക്കോട് ജില്ലയും ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിലുമായിട്ട് ജോലി ചെയ്തു വരുന്നത്. 2000 ഗവൺമെൻറ് സർവീസിൽ 31 വർഷവും 14 വർഷം അൺഎയ്ഡഡ് മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 45 വർഷത്തെ അധ്യാപന പാരമ്പര്യമാണ് എനിക്കുള്ളത്. 45 വർഷത്തെ സ്കൂൾ സേവന പാരമ്പര്യം എനിക്കുണ്ട്. 1962 ചാലിയം ഉമ്പിച്ചി സെക്കൻഡറി സ്കൂളിലാണ് എൻ്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. അധികം താമസിക്കാതെ എനിക്ക് കോഴിക്കോട് ജില്ലയിൽ തന്നെ മലപ്പുറം മലപ്പുറമൊക്കെ കോഴിക്കോട് ജില്ലയിലായിരുന്ന അന്ന് കോഴിക്കോടിൽ എനിക്ക് PSC പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെ ചാലിയത്തു നിന്ന് റിലീവ് ചെയ്ത് തിരുവാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടുന്ന് പുല്ലങ്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 5-6 മാസം എന്നെ അങ്ങോട്ട് ഡെപ്യൂട്ടേഷൻ വിടുകയുണ്ടായി, പുല്ലങ്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ. പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ച് തിരുവാലി വരികയും തിരുവാലിയിൽ നിന്ന് പിന്നീട് മഞ്ചേരി, ഞാൻ വരുമ്പം മഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നായിരുന്നു അതിൻ്റെ പേര്. 73 അക്കൊല്ലം തന്നെ ബൈഫർക്കേറ്റ് ചെയ്ത് ഗേൾസ് ഹൈസ്കൂളും ബോയ്സുമാക്കി. ഞാൻ ബോയ്സിൽ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. 1973 മുതൽ 89 വരെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ HSA ആയിട്ട് വർക്ക് ചെയ്തു. 89 പ്രമോഷൻ കിട്ടി. താനൂർ AE ആയി. താനൂരിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചപ്പം എനിക്ക് ഇരുമ്പുഴി ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് ആണ് പോസ്റ്റിംഗ് തന്നത്. അവിടുന്ന് വീണ്ടും കാരക്കുന്ന് ഹൈസ്കൂളിലോട്ട് ട്രാൻസ്ഫർ മേടിച്ച് അവിടുന്ന് റിട്ടയർ ചെയ്യുകയും ചെയ്തു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ സ്വസ്ഥ ജീവിതം ആഗ്രഹിച്ചെങ്കിലും എന്നെ പലർക്കും ആവശ്യമായിട്ട് വന്ന് എന്നെ ശല്യപ്പെടുത്തി. മലപ്പുറം MSC ഹൈസ്കൂളിൽ നിന്നും മഞ്ഞപ്പറ്റ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീമിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ ആരംഭിച്ച ഹൈസ്കൂളിലെയും
MSP ഹൈസ്കൂളിലെയും NSS ഹൈസ്കൂളിലെയും ഒഴിഞ്ഞു കിടന്ന വേക്കൻസിയിൽ റിട്ടയർ ചെയ്ത മാഷന്മാരോ AEOയോ ഒക്കെയാണ് ഈ അൺഎയ്ഡഡ് സ്കൂളിൽ തലപ്പത്ത് വേണ്ടത്. ഞാൻ എല്ലാവരെയും ആദ്യം ഒഴിച്ചു നിർത്തി. പിന്നെയും NSSൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോൾ 93 ജൂലൈ 5-ാം തീയതി മറ്റാണ് ജോയിൻ ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. 93 അവിടുന്ന് 93 മുതൽ 93-ൽ ഞാൻ ജോയിൻ ചെയ്തപ്പം വൈസ് പ്രിൻസിപ്പലായിരുന്നു. 13 വർഷം പ്രിൻസിപ്പലും 1 വർഷം വൈസ് പ്രിൻസിപ്പലുമായിട്ട് 14 വർഷം. അങ്ങനെ ഗവൺമെൻറ് സർവീസിൽ 31 വർഷവും അൺഎയ്ഡഡ് 14 വർഷവുമായിട്ട് 45 കൊല്ലം വിവിധ വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ജോലി ചെയ്തു. എന്നിട്ട് എനിക്ക് പിന്നെ തുടരാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ NSS ഹെഡ് ഓഫീസിൽ പോയി എന്നെ റിലീവ് ചെയ്യണമെന്ന് പറയുകയും പല പ്രാവശ്യം അഭ്യർത്ഥിച്ചപ്പോൾ ഞാൻ പിന്നെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയും ചെയ്ത് 2007-ൽ NSSലെ ജോലി മതിയാക്കി. 1993 മുതൽ 2007 വരെ 14 വർഷം NSSലായിരുന്നു. അന്ന് ഞാൻ ജോലി ചെയ്തെടുത്തെല്ലാം ആ സ്ഥാപനം എൻ്റേതാണെന്നുള്ള രീതിയിൽ സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥമായിട്ടും ജോലി ചെയ്തു. അങ്ങനെ ഞാൻ ജോലി ചെയ്തെടുത്തെല്ലാം ആ സ്ഥാപനങ്ങൾക്ക് പരമാവധി എന്നെക്കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന വിധത്തിലായിരുന്നു എൻ്റെ പെരുമാറ്റം. അതുകൊണ്ട് എന്നെ എല്ലാവരും വിളിച്ച് ഞാനെങ്ങോട്ടും പോയി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ എനിക്ക് എന്നെ പ്രിൻസിപ്പൾ ആക്കണമെന്നോ എന്നെ തുടരാൻ അനുവദിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ എൻ്റെ പ്രവർത്തനം അവർക്ക് തൃപ്തികരമായി തോന്നുന്നതുകൊണ്ട് തുടരാൻ പറഞ്ഞു. ഞാൻ തുടർന്നു. പിന്നെ എനിക്ക് വയ്യാന്ന് തോന്നി. ഞാൻ ഏറ്റവും സേവന കാലഘട്ടത്തിൽ ഏറ്റവും മുറുകെ പിടിച്ചത് സമയനിഷ്ഠയും സത്യസന്ധതയും ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ സ്ഥാപനങ്ങളെല്ലാം മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ ഒഴിച്ചു നിർത്തിയാലും മറ്റുള്ള സ്കൂളെല്ലാം വളരെയധികം നന്നായി. കാരക്കുന്ന് സ്കൂളും ഇരുമ്പുഴി ഹൈസ്കൂളും വളരെ പഠന നിലവാരത്തിലൊക്കെ കുറച്ച് താഴെയായിരുന്നു. അവിടെ റിസൾട്ട് മെച്ചപ്പെടുത്താനൊക്കെ ഞാനും എൻ്റെ മാത്രം കഴിവല്ല, അവിടുത്തെ അധ്യാപകരും സ്റ്റാഫും PTA എല്ലാം സഹായിച്ചതുകൊണ്ട് അതെല്ലാം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിൽ എനിക്ക് വളരെ കൃതാർത്ഥതയുണ്ട്. അതാണ് എൻ്റെ സേവനകാലം. അപ്പം 45 വർഷം ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖല അംഗീകൃത സ്കൂളുകളിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. 45 വർഷം അത് ഞാൻ നിർബന്ധിച്ചിട്ട് മാനേജ്മെൻറ്റ് നിർബന്ധിച്ചിട്ട് ഒഴിവാകുമായിരുന്നു. എൻ്റെ കാലത്താണ് മഞ്ചേരി NSS ഹൈസ്കൂളിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് റാങ്ക് കിട്ടിയത്. നേരൊക്കെ തന്നെ നെല്ലിപ്പറമ്പിനടുത്തുള്ള ലക്ഷ്മി ഗോപകുമാർ എന്ന് പറയുന്ന കുട്ടിക്കാണ് ആദ്യമായിട്ട് മഞ്ചേരി പരിസരങ്ങളിൽ, എനിക്ക് തോന്നുന്ന ഏറനാട് താലൂക്കിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് റാങ്ക് 11ാം റാങ്ക് എന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പം തെറ്റുണ്ടാകും. ഏതായാലും 15 വരെ ഉള്ള റാങ്കുകാരെയാണ് ഗവൺമെൻറ് പ്രത്യേകം പരിഗണിച്ചിരുന്നത്. പല പ്രാവശ്യം സ്റ്റേറ്റ് റാങ്കും പിന്നീട് സ്കീമൊക്കെ മാറിയതോടുകൂടി A+ ഒക്കെ കിട്ടി. വിദ്യാഭ്യാസ രംഗത്തും NSS മഞ്ചേരിയെ പറ്റി പറയുമ്പോൾ ഉന്നത നിലവാരം പുലർത്തിയ ഒരു സ്ഥാപനമാണ്. 1973-ൽ ഞാൻ വൈസ് പ്രിൻസിപ്പലായിരുന്ന കാലം മുതൽ ഇന്നേ വരെ 2023 മാർച്ച് വരെ ഒരു കുട്ടി പോലും തോൽക്കാതെ
ആ സ്ഥാപനത്തിൻ്റെ സ്റ്റാൻഡേർഡ് നിലനിർത്തുക എന്ന് പറയുന്നത് അന്നത്തെയും ഇന്നത്തെയും ഒക്കെ അധ്യാപകരുടെയും അതുപോലെ തന്നെ PTA-യുടെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം സഹായത്തോടു കൂടിയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, തനിച്ചൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവരുടെ എല്ലാം സഹായം ഉണ്ടായിരുന്നു, അധ്യാപകരുടെ സഹായം. അങ്ങനെ പിന്നെ സംസ്ഥാന ലെവലിൽ പാഠ്യേതര വിഷയങ്ങളായ കലാമത്സരങ്ങളിലും യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള സ്റ്റേറ്റ് തലത്തിൽ നടത്തുന്ന കലാമത്സരങ്ങളിലും സയൻസ് എക്സിബിഷനിലും സയൻസ് ഫെയറിലുമെല്ലാം ഉന്നത സ്ഥാനം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് NSS സ്കൂളിന്. അതുകൂടാതെ ശാസ്ത്ര പ്രദർശനത്തിലും അഖിലേന്ത്യാ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി തുടർച്ചയായിട്ട് 3 വർഷം ഡൽഹിയിൽ, ഉത്തരേന്ത്യയിലെന്ന് പറയാം, ജവഹർലാൽ നെഹ്റു സ്മാരക ശാസ്ത്രമേളയിൽ ഈ സ്കൂളിലെ ഒരു കുട്ടി തുടർച്ചയായിട്ട് 3 വർഷം പഞ്ചാബിലെ ഗുർഗാവോൺ മുതൽ വേറെ ഡൽഹി, പിന്നെ മറ്റേ ഞാൻ ഓർക്കുന്നില്ല, 3 വർഷം കുട്ടിക്ക് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടി. ആ കുട്ടി ഇപ്പം ഡോക്ടറാണ്. അങ്ങനെ ഇഷ്ടംപോലെ ഡോക്ടർമാരും എൻജിനീയർമാരും അഭിഭാഷകരും അധ്യാപകരും എല്ലാം എൻ്റെ ശിഷ്യന്മാരായിട്ട് മഞ്ചേരിയിലും പരിസരങ്ങളിലും ഉണ്ടെന്നുള്ളത് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ കാണുമ്പോൾ ഒരു ആദരവ് കാണിക്കും. ഞാൻ ആഡംബരത്തിലും കെട്ടിലും മട്ടിലും ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ മഞ്ചേരി വന്നത് 1970 കുടുംബജീവിതം ആരംഭിച്ചത് അന്ന് വന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഒരു മാറ്റവുമില്ല. ഞാൻ സാധാരണ വേഷം ഇവിടെ വന്നാൽ മുണ്ടും ഒരു ഷാള് തോർത്ത് തോളയിലിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഇരിക്കും. ഇപ്പം പ്രത്യേകിച്ചും ഈ ചൂട് കാലത്ത് മറ്റ് വേഷങ്ങളൊന്നും പറ്റിയില്ല. ഞാൻ മലയാളിയുടെ വേഷത്തിൽ. അതുപോലെ എനിക്ക് ഗാന്ധിജിയിൽ വലിയ വിശ്വാസമാണ്. എന്നെ ഇപ്പോഴും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഓർക്കുകയും എന്നെ പ്രശംസിച്ച് പറയുകയും ഉണ്ടെന്നുള്ളത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാൻ വിദ്യാർത്ഥികളെ അത്രമാത്രം എൻ്റെ മനസ്സിൽ സ്നേഹിക്കുകയും പുറമേക്ക് കുറേ ഗൗരവം ഭാവിക്കുകയും ചെയ്തതാണ് എൻ്റെ പ്രകൃതി. അത് കുട്ടികൾ നന്നാകണം, അവരുയർന്ന നിലയിലെത്തണം എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം കൊണ്ടാണ് ഈ വഴക്ക് പറയുന്നതും തിരുത്താൻ പറയുന്നതുമൊക്കെ അതിനൊക്കെ ആവശ്യപ്പെടുന്നത്. പിന്നെ ഇനിയത്തെ എന്താ? അത് തീർന്നു. കുടുംബം എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തവൻ, എൻ്റെ പേര് പറയണോ? മൂത്തവൻ ജയശങ്കർ, രണ്ടാമത്തവൻ രാജേഷ്, മൂന്നാമത്തെ ഉള്ളൊരു ഇളയ കുട്ടി പെണ്ണാണ്, അവളെ ശ്രീജ. മൂത്ത മകൻ ജനറൽ മാനേജറായിട്ട് BPCL-ൻ്റെ ജനറൽ മാനേജറായിട്ട് പ്രമോഷൻ കിട്ടി ബോംബെ പോയി. ഇപ്പോൾ അവിടെ 2 വർഷമായിട്ട് ബോംബെയിലാണ്. രണ്ടാമത്തെ മകൻ ബാംഗ്ലൂരിൽ HP എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി, ഹ്യൂലറ്റ് പക്കാർഡ് എന്ന് പറയുന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര പുസ്തക കമ്പനിയിലെ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഇളയത് മകളാണെന്ന് പറഞ്ഞല്ലോ, അവൾ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്, സ്റ്റാഫ് നേഴ്സ്. അതാ മക്കളെ പറ്റി. പിന്നെ ഭാര്യയെ പറ്റി പറയണ്ടേ? ഭാര്യ ശാന്തകുമാരി അമ്മ. ഞാൻ കല്യാണ സമയത്ത് ND ക്ലർക്കായിരുന്നു. റിട്ടയർ ചെയ്യുമ്പം
ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൻ്റെ നേരെ താഴെ അഡീഷണൽ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. അതിനു മുമ്പ് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ജോലി ചെയ്തിട്ടുണ്ട്. ജില്ലാ ഓഫീസറായിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ജില്ലാ ഓഫീസറായിട്ടും RD ആയിട്ടും പിന്നെന്താ ഡെപ്യൂട്ടി അവസാനം അഡീഷണൽ ഡയറക്ടറായിട്ട് ജോലിയിലിരിക്കെ റിട്ടയർ ചെയ്തു. അഡീഷണൽ ഡയറക്ടറുടെ മുകളിൽ പിന്നെ ഡയറക്ടറേ ഉള്ളൂ. അത് അങ്ങനെ ഒരു സേവന സൗകര്യം കിട്ടിയത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. അധ്യാപക ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ വളരെ ഒതുങ്ങി കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സമയബോധവും ആത്മാർത്ഥതയും കൈവിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അപ്പോൾ എനിക്ക് സമയത്തിന് സ്കൂളിൽ പോകാനും വേണ്ട ഒത്താശകളെല്ലാം ചെയ്തത് ഭാര്യയാണ്. എൻ്റെ അധ്യാപക ജീവിതം ഞാൻ കണക്കാക്കുന്ന ഒരു വിജയമായിരുന്നു. ആ വിജയത്തിൻ്റെ പിന്നിൽ ഭാര്യ ഉണ്ട്. ഭാര്യ ഡിപ്പാർട്ട്മെൻറ്റിൽ ആകുമ്പം കുറച്ചൊക്കെ താമസിച്ച് പോയാൽ മതി. നിങ്ങളാരും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. എൻ്റെ ഈ 45 കൊല്ലത്തിൽ ഞാൻ ഒരിക്കലും ലേറ്റായോ നേരത്തെയോ സ്ഥാപനത്തിൽ എത്തിച്ചേരുകയോ പോവുകയോ ചെയ്തിട്ടില്ല. വിശ്വസിക്കില്ലായിരിക്കും നിങ്ങൾ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും. എൻ്റെ ആത്മാർത്ഥതയിൽ നിന്നും എൻ്റെ ഓർമ്മയിൽ നിന്നും പറയാൻ ഒറ്റ ദിവസം പോലും 10 മണി കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോവുകയോ 4 മണിക്ക് ശേഷം 4 മണിക്ക് മുമ്പായിട്ട് സ്കൂളിൽ നിന്ന് പോവുകയോ ചെയ്തിട്ടില്ല. ചെയ്യണമെങ്കിൽ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്താണ് പോയിക്കൊണ്ടിരുന്നത്. വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥതയും അർപ്പണബോധത്തോടും കൂടി അവരവരുടെ ജോലി തൃപ്തികരമായിട്ട് ചെയ്താൽ ദൈവാനുഗ്രഹം ഉണ്ടാകും. ആ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഞ്ചേരിയിൽ NSS സ്കൂളിൽ നടക്കാൻ പോകുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് ക്ഷണിച്ചതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. ആ സംഗമം വളരെ വിജയകരമായിട്ട് പങ്കെടുക്കാൻ തീരട്ടെ എന്ന് ഞാൻ അവിടെ സന്നിഹിതനല്ലെങ്കിലും ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പിന്നെ നന്ദി, എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾക്ക് നന്ദി ഞാൻ പ്രകടിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഉണ്ട്. എൻ്റെ സ്ഥാപനം എന്നാണ് ഞാൻ വർക്ക് ചെയ്ത എല്ലാ സ്ഥാപനങ്ങളെ പറ്റി, ബോയ്സ് ഹൈസ്കൂളിനെ പറ്റി ഞാൻ ആരെ ചോദിച്ചാൽ ഞങ്ങളുടെ ബോയ്സ് ഹൈസ്കൂളെന്നേ എൻ്റെ വായിൽ വരികയുള്ളൂ. അങ്ങനെയാണ് എല്ലാ സ്ഥാപനങ്ങളും, NSS പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദൈവാനുഗ്രഹം 86 വയസ്സായെങ്കിലും ദൈവാനുഗ്രഹം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയാൻ എനിക്ക് സാധിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്ക് നിങ്ങൾക്ക് നേരമുള്ളപ്പോൾ എന്നെ ഓർക്കുക. മാഷ് ഞങ്ങളെ പഠിപ്പിച്ചതാണല്ലോ, പഠിപ്പിച്ചില്ലെങ്കിലും മാർഗനിർദ്ദേശം തന്ന ആളാണല്ലോ എന്ന് ഓർക്കുക. പറയണ്ട, ഓർത്താൽ മതി. മനസ്സ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ഭാവുകങ്ങളും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഭാവുകം ആശംസിക്കുന്നു. എൻ്റെ പേര് ശാന്തകുമാരി. എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടാണ്, മങ്കൊമ്പ് എന്ന് പറയും. പിന്നെ മാഷ് തിരുവാലി ഹൈസ്കൂളിൽ ആയിരുന്ന കാലത്താണ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത്. അത് 1971 മുതൽ ഞാനിവിടെ മലപ്പുറം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് വന്ന് ഞങ്ങൾ ഒരുമിച്ച് മഞ്ചേരി താമസം തുടങ്ങി. പിന്നെ മാഷുടെ കാര്യം പറഞ്ഞാൽ സ്കൂളിൽ ജോലി സ്ഥലത്തെ പോലെ തന്നെ വീട്ടിലും ആൾ വളരെ സ്ട്രിക്റ്റാണ്. മക്കളോടും എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഞങ്ങളൊക്കെ അതിനനുസരിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോരുന്നതുകൊണ്ട് ഞങ്ങൾക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പിള്ളേരാണെങ്കിലും സാറിൻ്റെ ഈ കടുംപിടുത്തമൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പിന്നെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ആരോടും ഒരു ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, ഉള്ളിലാൾ പാവമാണ്. പക്ഷെ കുറച്ച് സ്ട്രിക്റ്റാണ് എല്ലാ കാര്യത്തിലും. അതിപ്പോൾ ജോലി ചെയ്യുന്നിടത്തായാലും വീട്ടിലായാലും പിന്നെ സ്കൂളിൽ ഉള്ള കുട്ടികളോടും സ്റ്റാഫിനോടും ഉള്ള പോലെ തന്നെ വീട്ടിലും മക്കളോടും ഒക്കെ അങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത്. സ്നേഹം അധികം പുറത്ത് കാണിക്കുന്ന സ്വഭാവമല്ല. ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടെങ്കിലും അങ്ങനെ പുറത്തേക്ക് അധികം കാണിക്കുന്ന ഒരു സ്വഭാവമല്ല. അങ്ങനത്തെ ഒരു രീതിയാണ് പണ്ട് മുതൽ. NSS ഹൈസ്കൂളിൽ ഇങ്ങനെ ഒരു അലുമിനി ഇവൻ്റ് നടക്കുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞു. അതിലിപ്പം മാഷ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ല, എന്നാലും ഞങ്ങളുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദിയുണ്ട്. നമസ്കാരം.